ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. ഏതായാലും പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത വകുപ്പാണ്, നേരിട്ട് വന്ന് അങ്ങ് ഇറങ്ങിയാൽ മതി. കുറേ നാളുകൾക്ക് മുമ്പ് ഈ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നിന്ന് ഇപ്പോഴുള്ള ഒരു വ്യത്യാസം എന്താണ് ആദ്യം ഫീൽ ചെയ്യണം? ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചുണ്ട് എന്നതാണ്. വിവിധ തലങ്ങളിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കുടിശ്ശിക സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിലവിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കുടിശ്ശികയാണ്. ഏകദേശം 800 കോടിയുടെ കുടിശ്ശിക കേരള ബാങ്കിലേക്ക് തന്നെ കൊടുക്കാനുണ്ട് സപ്ലൈകോയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാനിന്ന് ഓഫീസിലിരുന്നപ്പോൾ എനിക്ക് പല മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കിൽ നിന്ന് നല്ലൊരു സാമ്പത്തിക പ്രതിസന്ധി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വിശദമായ മീറ്റിങ്ങുകൾ അടുത്ത ദിവസം വിളിക്കത്തേ ഉള്ളൂ. എന്തായാലും നമുക്ക് മാർക്കറ്റ് ഇടപെടൽ കൂടുതൽ ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നത് ഏറ്റവും ആവശ്യമായ ഒന്നാണ്. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഏറ്റവും വേഗതയിൽ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് UDFൻ്റെ നയത്തിനനുസരിച്ചുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുവരും. വരുന്ന 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഓണമാകും. സാധാരണ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓണത്തിന് സപ്ലൈകോയിൽ സാധനമില്ല, അങ്ങനെയുള്ള ഒരുപാട് പരാതികളൊക്കെ ഉയർന്നു വന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനൊരു മുന്നൊരുക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്? തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ഇടപെടലുകളെ ബാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈകോയിൽ ഉണ്ടാവുക എന്നത് ആവശ്യമാണ്. അതിൻ്റെ സബ്സിഡി സാധനങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് അത് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 13 സബ്സിഡി സാധനങ്ങളാണ് കൊടുക്കുന്നത്. അത് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. ഓണക്കാലത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും ആവശ്യമായ നിലയിലുള്ള ഫെസ്റ്റിവൽ സീസൺസ് ആണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം ഞങ്ങൾ ഇപ്പോഴേ തന്നെ തുടങ്ങും. ഓണഫെയറുകൾ വലിയ പ്രാദേശികമായിട്ടൊക്കെ ഞങ്ങളത് നടത്തുമായിരുന്നു. ജില്ലാ ഫെയറുകൾ മാത്രമല്ല, പ്രാദേശിക ഫെയറുകളും അന്ന് മുൻചാണ്ടി സാറിൻ്റെ സമയത്ത് ഞങ്ങൾ നടത്തിയിരുന്നു. അതുപോലെയൊക്കെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പൂർണ്ണമായും വന്നാലാണ് എത്രമാത്രം അത് നമുക്ക് എഫക്റ്റീവ് ആകാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു ഫേസ് ലിഫ്റ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞങ്ങളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഞാനത് കൃത്യമായൊരു പ്രഖ്യാപനമുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പറയും. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, അത് ജീവിക്കാനുള്ള മാർക്കറ്റ് ഇടപെടൽ അതാണ് ഇനി ഏതായാലും മന്ത്രിതലത്തിൽ നോക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.